കർത്താവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ചിലപ്പോഴൊക്കെ അത് വരും, അതുപോലെ അങ്ങ് പോകും. പക്ഷേ ചിലത് അങ്ങനെയല്ല. അത് വർഷങ്ങളോളം മാസങ്ങളോളം അവിടെ തന്നെ അങ്ങനെ നിലനിൽക്കും. നമ്മളന്നേരം പ്രാർത്ഥിക്കും, ഉപവസിക്കും, കണ്ണുനീരൊഴുക്കും, ദൈവവചനങ്ങൾ ഏറ്റുപറയും, വേറെ ചിലർ വചനങ്ങൾ എഴുതും. എന്നിട്ടും ആ കാര്യം മാറാതെ നിൽക്കുമ്പോൾ പ്രശ്നങ്ങളെക്കാൾ അപകടകരമായ മറ്റൊന്ന് നമ്മുടെ ഉള്ളിൽ മെല്ലെ 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 സംഭവിക്കാൻ തുടങ്ങും. എന്താണത്? നമ്മൾ മെല്ലെ ഒരു വിശ്വാസത്തെ പടുത്തുയർത്തും. ഇനി ഇത് മാറില്ല. ആദ്യം ഇതൊരു കേവലം ചിന്ത മാത്രമായിരുന്നുവെങ്കിൽ പിന്നീട് പോകെ അതൊരു വിശ്വാസമായിട്ടങ്ങ് വളരും. അങ്ങനെ ഒരു ചെറിയ ചിന്ത ഒരു വിശ്വാസമായി മാറി പിന്നീട് അതൊരിക്കലും ആരെക്കൊണ്ടും ഇടിക്കാൻ കഴിയാത്ത ഒരു വലിയ കോട്ടയായിട്ട് രൂപം പ്രാപിക്കും. പക്ഷേ ഇന്നത്തെ ദൈവിക ആലോചന കേൾക്കുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇന്നത്തെ ദൈവവചനം ആ കോട്ടയുടെ മുമ്പിൽ വന്നാണ് നിൽക്കുന്നത്. മനുഷ്യൻ്റെ വാക്കുകളല്ല, പ്രചോദനത്തിൻ്റെ വാക്കുകളല്ല, നിങ്ങളെ കുറച്ചു നേരം ആവേശം പിടിപ്പിക്കുന്ന വാക്കുകളല്ല. ഇന്ന് നിങ്ങൾ കേൾക്കുന്ന ദൈവവചനം എന്ന് പറയുന്നത് കോട്ടകളെ ഇടിക്കാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശക്തിയുള്ള വചനമായി തന്നെ അത് കയറി വരികയാണ്. എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചനദൂതിലേക്ക് വലിയവനായ കർത്താവാം യേശുവിൻ്റെ നാമത്തിൽ സന്തോഷത്തോടുകൂടെ സ്നേഹവന്ദനം. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 4-5 വചനങ്ങളിൽ ധന്യനായ പൗലോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്ന ഒരു വാക്ക് ഇവിടെ കേൾക്കാൻ കഴിയും. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളെയും ദൈവപരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുന്നു. ഇന്ന് ഈ ദൂത് കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഇത് കേവലം വായിച്ചു വിടേണ്ടതായ ഒരു ദൈവവചനമല്ല. ഇതിനകത്ത് കുറച്ച് രഹസ്യങ്ങളുണ്ട്. നമ്മൾ അതിലേക്കൊന്ന് വേഗം കയറി പ്രാർത്ഥിച്ച് ഇതിനകത്തെ നന്മ പ്രാപിക്കാൻ പോവുകയാണ്. ഈ വചനം ശ്രദ്ധിച്ചാൽ ആദ്യം പൗലോസ്ലീഹ യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്, പോരിനെക്കുറിച്ച്. പിന്നീട് അദ്ദേഹം ആയുധങ്ങളെക്കുറിച്ച് പറയുന്നു. മൂന്നാമത് കോട്ടകളെക്കുറിച്ച് സംസാരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ആ കോട്ടകൾ എന്താണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. സങ്കല്പങ്ങൾ. എന്താണ് ആ കോട്ടകൾ? സങ്കല്പങ്ങൾ. അതായത് ദൈവജ്ഞാനത്തിനെതിരായി നമ്മളിലെ ദൈവിക ബോധ്യങ്ങൾക്ക് വിരോധമായി ഉയരുന്ന ചിന്തകൾ, യേശു ക്രിസ്തുവിന് കീഴടങ്ങാത്ത നമ്മളിലെ വിചാരങ്ങൾ. അതായത് യുദ്ധം എന്ന് പറയുന്നത് പുറത്തു മാത്രമല്ല, യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം നമ്മുടെ ഉള്ളിലാണ് നടക്കുന്നത്. സാത്താൻ നിങ്ങൾക്ക് നേരെ എയ്തു വിടുന്ന തീയമ്പെന്ന് പറയുന്നത് നിങ്ങളെ മുന്നോട്ട് വിടാത്ത ഏതോ ഒരു തെറ്റിദ്ധാരണയാണ്, വല്ലാത്തൊരു വികലമായ ചിന്തയാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ വിശ്വാസത്തിൻ്റെ പരിചയം എടുക്കുവാൻ തയ്യാറാവുക. കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ഒരു പോരാളിയായിട്ട് അങ്ങോട്ടൊന്ന് എഴുന്നേൽക്കുക കേട്ടോ. ഒന്നാമത്തെ സത്യം നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്, ഒരു കോട്ടയും ഒറ്റ ദിവസം കൊണ്ട് പണിയപ്പെടുന്നില്ല. ഒരു കോട്ട എന്ന് പറയുന്നത് ഒരു ദേശത്തെ വലിയൊരു മതിൽ, അത് ഒരു കല്ലുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് പണിയപ്പെടുന്നതല്ല. കല്ലിൻ്റെ മുകളിൽ കല്ല് വെച്ചാണത് ഉയരുന്നത്, അല്ലേ? അതുപോലെ തന്നെ മനസ്സിലെ കോട്ടകളും ഒരു ചിന്ത കൊണ്ട് മാത്രം പണിയപ്പെടുന്നതല്ല. ഒരു പരാജയം പെട്ടെന്നുണ്ടായി, അന്നേരം മനസ്സ് പറഞ്ഞു നിനക്കിനി ഇത് പറ്റത്തില്ല. ഒരു വാതിലടഞ്ഞു, അന്നേരം അതേ ശബ്ദം പിന്നെയും പറഞ്ഞു, ഓ നിനക്കിനിയൊന്നും തുറക്കപ്പെടാൻ പോകുന്നില്ല. ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം പെട്ടെന്ന് ലഭിച്ചില്ല, അന്നേരം മറ്റൊരു ചിന്ത വന്നു, ഓ ദൈവം എന്നെ കേൾക്കുന്നില്ല, കർത്താവ് എന്നെ കൈവിട്ടു. ഒരു രോഗം അല്പം നീണ്ടുപോയി, അന്നേരം മനസ്സ് പറഞ്ഞു, ഓ ഇനിയിപ്പം എല്ലാ കാലവും ഇത് കൂടെ ഉണ്ടാകും. കല്ലിൻ്റെ മുകളിൽ കല്ല്. മനസ്സിലായോ പറഞ്ഞേ? ചിന്തയ്ക്ക് മുകളിൽ മറ്റൊരു ചിന്ത, ഭയത്തിന് മുകളിൽ മറ്റൊരു ഭയം. അങ്ങനെ ഇന്നലെ വന്ന ഒരു ചിന്ത ഇന്ന് നിങ്ങളുടെ ഉള്ളിലൊരു കോട്ടയായി മാറിയിട്ടുണ്ട്. അതായത് പ്രശ്നം പുറത്തല്ല, പുറത്തുള്ള പ്രശ്നത്തെക്കാൾ വലുതകത്താണ്. ആ അവസ്ഥയെക്കുറിച്ച് നമ്മൾ സ്വീകരിച്ച തെറ്റായ വിധികളാണ് നമ്മുടെ കോട്ടയെന്ന് പറയുന്നത്. ഇന്ന് രാവിലെ യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ അടിത്തറകൾ ഇളകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ ജീവിതത്തിൽ മാറ്റം വരില്ലെന്ന് പലരും പറഞ്ഞത്, നിങ്ങളുടെ മനസ്സാക്ഷി തന്നെ നിങ്ങളോട് വാദിച്ചത്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഉടഞ്ഞു വീഴാൻ പോകുകയാണ്. ഹല്ലേലൂയ.
ശത്രുവിൻ്റെ ഏറ്റവും വലിയ ആയുധം പ്രശ്നമല്ല, പ്രശ്നങ്ങളെക്കുറിച്ചുള്ള നുണകളാണ്. സാത്താൻ എല്ലായ്പ്പോഴും നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ പുതിയൊരു സംഭവം സൃഷ്ടിക്കേണ്ടതായിട്ടില്ല. എന്നെ കേൾക്കുന്ന എല്ലാവരും ഇതൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു. സാത്താന് നമ്മുടെ ജീവിതം നശിപ്പിക്കാൻ പുതിയൊരു സംഭവം സൃഷ്ടിക്കേണ്ടതില്ല. നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച്, നിങ്ങൾ കേട്ടൊരു വാക്കിനെക്കുറിച്ച് ഒരു നുണ നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാപിച്ചാൽ അവന് ധാരാളമായി. അവൻ പറയും, ഇനിയും കാര്യങ്ങൾ വൈകിപ്പോകും, ഇത് എന്നേക്കും ഇങ്ങനെ തന്നെ നിലനിൽക്കും, ഈ വാതിലടഞ്ഞോടെ എല്ലാം തീർന്നു കേട്ടോ, ഈ രോഗം ഇത് വന്ന് ഒത്തിരി പേര് മരിച്ചുപോയി, ഇതൊരു അവസാനം, ഇനി നിങ്ങൾ പഴയ കോലത്തിൽ എത്തില്ല, ഈ കടം ഇത് നിന്നെ കൊണ്ടേ പോകും. പക്ഷേ ദൈവവചനം വരുമ്പോൾ മാത്രം നമുക്ക് കിട്ടുന്നൊരു പ്രത്യാശയെന്ന് പറയുന്നത്, ദൈവവചനം ഒരു പ്രശ്നത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, പ്രശ്നത്തിന് മുകളിലിരിക്കുന്ന നുണയെ അത് ഇളക്കി താഴെയിടും. മനസ്സിലായോ? എന്നിട്ട് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരും. യേശു പറഞ്ഞു, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അതായത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ആദ്യം പുറത്തല്ല സംഭവിക്കുന്നത്, അതാദ്യം നമ്മുടെ ഉള്ളിലേക്കാണ് പ്രവേശിക്കുന്നത്. അത് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ വ്യാജങ്ങളുടെ, നുണകളുടെ പിടി ദുർബലമാകും. പിന്നെ കോട്ടയുടെ അടിത്തറകൾ ഇളകും. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ എന്നെ കാണാൻ വന്ന ഒരു ഫാമിലി അവരുടെ വലിയ കുറേ മാരകമായ ബന്ധന വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒറ്റ വാക്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ വിഷയം പരിഹരിക്കപ്പെട്ടു. ഉടനെ അവർക്കത് വിശ്വാസം വരുന്നില്ല. ഞാൻ പറഞ്ഞു, ഹോളി സ്പിരിറ്റാ പറഞ്ഞേക്കുന്നത് ഈ കാര്യം തീർന്നു എന്ന്. ഉടനെ അവർ പറഞ്ഞു, ഇല്ല പാസ്റ്റർ, അതങ്ങനെ തീരാൻ ചാൻസ് ഇല്ല. ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചു, ദൈവമേ എന്തുകൊണ്ടാണ് ഇവരിത് വിശ്വസിക്കാത്തത്? പെട്ടെന്ന് കർത്താവ് എനിക്ക് ബോധ്യം നൽകി. ഇവർ ഇതിനു മുമ്പ് പോയി കണ്ട് കേട്ട് പല ദൈവദാസന്മാരായിരിക്കുന്നവർ ഇവരോട് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, പ്രാർത്ഥിക്കുന്ന പലരും പറഞ്ഞ കാര്യങ്ങൾ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, പക്ഷെ ഒരു യാഥാർത്ഥ്യം പറയാതിരിക്കുക വയ്യ. അവർ പലരും പറഞ്ഞു, ഇത് വലിയ മാരകമായ വിഷയമാണ്, ഇത് ഒരുപാട് ദിവസങ്ങൾ ഉപവസിച്ചാലേ പോവുകയുള്ളൂ, ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും മാറുന്ന കാര്യങ്ങളല്ല. പക്ഷേ ദൈവിക അധികാരത്തിനു മുമ്പിൽ അത് ഒറ്റ സെക്കൻഡോടെ സാധനം പൊട്ടി തകർന്നു പോയി. അവർ വിശ്വസിക്കാതെ സംശയിച്ച് നിൽക്കുമ്പോൾ തന്നെ അവരുടെ മോൾ അവരെ വിളിക്കുകയാണ്. എൻ്റെ മുമ്പിൽ അവരിയ്ക്കുമ്പോൾ തന്നെ, ഡാഡി ഈ കാര്യം റെഡിയായി കേട്ടോ, അവിടെ നിങ്ങൾ പ്രാർത്ഥിച്ചോ, ഈ കാര്യത്തിന് മേൽ വിടുതലായി കേട്ടോ. അവരുടെ ഓഫീസുമായി ബന്ധപ്പെട്ട്, അവർ നടത്തുന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കുറേ നാളുകളായി അവരെ വലച്ചൊരു വിഷയത്തിൻ്റെ മേൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വലിയ വിടുതൽ അവർക്ക് വേണ്ടി നടക്കുകയാണ്. ഡൽഹിയിൽ അവർ ഈ കാര്യങ്ങൾ ചെയ്യാൻ ഏൽപ്പിച്ച ഒരാൾ ഇത് മാസങ്ങളായിട്ട് പെൻഡിങ്ങിലിട്ടൊരു വിഷയമാണ്. പക്ഷേ ഗവൺമെൻറ് തലത്തിൽ അവർക്ക് നടക്കേണ്ട വലിയൊരു സഹായം അവർക്ക് വേണ്ടി ദൈവം ആ സെക്കൻഡിൽ ചെയ്തു കൊടുത്തു. നോക്കുക, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുമെന്ന് കർത്താവ് നമ്മളോട് പറയുമ്പോഴും, ദൈവിക വിടുതലുകളായെന്ന് പറയുമ്പോഴും വിശ്വസിക്കാൻ കഴിയാതെ എവിടെയൊക്കെയോ വാക്കുകൾക്കകത്ത് കൗശലങ്ങൾ കയറ്റി നിന്റെ ജീവിതം ഒരു മാറാവ്യാധിയാണ്, ഒരു തീരാത്ത പ്രശ്നമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ദുഷ്ടൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നുണയുടെ കൊത്തളങ്ങളാണ് ദൈവാത്മാവ് ഇന്ന് പകൽ ഇടിച്ചു കളയുന്നത്. ആമേൻ. ദൈവമക്കളെ, ജഡീകമായ ആയുധങ്ങൾ ആത്മീക കോട്ടകളെ തകർക്കില്ല. നിങ്ങളത് മനസ്സിലാക്കണം. നമ്മളുടെ ഒരു വിധത്തിലുള്ളതായ ഭൗതിക സംഗതികളാലും നമ്മുടെ മനസ്സിൻ്റെ മേഖലകളെ നമുക്ക് ഒരു വിധത്തിലും സ്വാധീനിക്കാൻ കഴിയുകയില്ല. പൗലോസ് അതുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, ഭൗതികങ്ങളല്ല. എന്താണ് ജഡീകമായ ആയുധങ്ങൾ? ചിലർക്ക് ദേഷ്യമാണ്, ചിലർ ഭീഷണിയാണ്, ചിലർ വൈരാഗ്യമാണ് കൊണ്ട് നടക്കുന്നത്, ചിലരെ മാനിപ്പുലേറ്റ് ചെയ്ത് കൈകാര്യം ചെയ്യാൻ, നിയന്ത്രിക്കാൻ ശ്രമിക്കും. മറ്റു ചിലർ സ്വന്തം കഴിവിൽ തന്നെ ആശ്രയിക്കും. വേറെ ചിലർക്ക് ഇതിനകത്തെല്ലാം അപ്പുറത്ത് അവസാനിക്കാത്ത ആശങ്ക നിമിത്തം അവർ പലതിനും ചാടി പുറപ്പെടും. എല്ലാം സ്വന്തം ശക്തി കൊണ്ട് ശരിയാക്കാനുള്ളൊരു ശ്രമം. പലപ്പോഴും നമ്മൾ തെറ്റായൊരു ശത്രുവിനോടാണ് ഇങ്ങനെയുള്ള ആയുധങ്ങൾ വെച്ച് പോരാടുന്നത്. ഭാര്യയോടോ ഭർത്താവിനോടോ, അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഭാര്യയോട് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? ഹസ്ബൻഡിൻ്റെ തലയിൽ കയറിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. മക്കളോട് കോപിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ പലപ്പോഴും നമ്മളോട് എതിർക്കുന്ന മനുഷ്യരെ ശത്രുവായി കാണുകയാണ്. അവിടെ സാത്താൻ വിജയിക്കുകയാണ്. പക്ഷേ യേശു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കണമെന്ന്. മനുഷ്യനെ തകർക്കരുത്, മനുഷ്യനെ ബന്ധിച്ചിരിക്കുന്ന നുണകളെ വേണം തകർക്കുവാൻ. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ യുദ്ധരീതി എന്ന് പറയുന്നത്. നമ്മുടെ ആയുധങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആയുധങ്ങൾ ദൈവവചനമാണ്, പ്രാർത്ഥനയാണ്, വിശ്വാസമാണ്, സത്യം തിരിച്ചറിയലാണ്, പരിശുദ്ധാത്മ ശക്തിയെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനകരമാക്കലാണ്, ദൈവത്തെയും ദൈവവചനത്തെയും കർത്താവിൻ്റെ നിർദ്ദേശങ്ങളെയും അനുസരിക്കലാണ്, മനഃപൂർവ്വമായി ക്ഷമ നൽകുകയാണ്.
സാഹചര്യങ്ങളിൽ വിടുതലുകൾ സംഭവിക്കുന്നത് മുൻകൂർ കണ്ട് ദൈവത്തെ സ്തുതിക്കലാണ്. ആമേൻ. ഇതൊക്കെയാണ് ഒരു ദൈവ പൈതലിൻ്റെ ആയുധങ്ങൾ എന്ന് പറയുന്നത്. ആമേൻ. പുറമേ കാണുന്ന ഒരു വ്യക്തിക്ക് ഇതൊക്കെ ദുർബലമാണെന്ന് തോന്നാം. ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഇപ്പോഴും കയ്യും കൊട്ടി അന്യഭാഷയും പറഞ്ഞ് സ്തുതിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ബൈബിൾ പറയുന്നത് ഇത് ദൈവസന്നിധിയിൽ ശക്തിയുള്ളത് തന്നെയെന്നാണ് പറയുന്നത്. ശക്തിയുള്ളത് തന്നെ. ആമേൻ. അർദ്ധരാത്രിയിൽ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ കാരാഗ്രഹങ്ങളുടെ അടിസ്ഥാനങ്ങൾ ഇളകിയെങ്കിൽ സ്തുതികൾക്ക് കാരാഗ്രഹങ്ങളെക്കാൾ ശക്തിയുണ്ട്. സ്തുതിക്ക് ചങ്ങലകളെക്കാൾ ശക്തിയുണ്ട്. യഹോവയായി ദൈവത്തെ ആർപ്പിട്ടപ്പോൾ ജെരിഹോ മതിൽ വീണുവെങ്കിൽ സ്തുതിക്ക് ഏത് കോട്ടകളെക്കാളും പവറുണ്ട്. മനുഷ്യർക്ക് ചെറുതായി തോന്നുന്ന ഒരു പ്രാർത്ഥന നിന്റെ കൈകളിലുണ്ടോ? പക്ഷെ ദൈവത്തിൻ്റെ കയ്യിൽ അതൊരു കോട്ട തകർക്കുന്ന ആയുധമായിട്ടാണ് വെളിപ്പെടാൻ പോകുന്നത്. നീ കണ്ണുനീരോട് ഉച്ചരിക്കുന്ന ഒരു വചനം വർഷങ്ങളായി മനസ്സിൽ ഉറച്ചിരുന്നൊരു ഭയത്തെ ക്ഷണനേരം കൊണ്ട് ദൈവ പൈതലെ അത് പുറത്താക്കി കളയും. ആമേൻ. അടുത്ത പ്രധാനപ്പെട്ടൊരു സത്യം കൂടെ ഞാൻ പറയട്ടെ. ദൈവം കേവലം ഏതോ ഒരു കോട്ടയുടെ വാതിൽ തുറക്കുന്നവനല്ല. ദൈവം ശ്രമിക്കുന്ന ഒരു കോട്ടയുടെ വാതിൽ തുറന്ന് നമ്മളെ അകത്ത് കയറ്റാനല്ല. പിന്നെയോ ആ കോട്ട തന്നെ അങ്ങ് ഇടിച്ചു കളയാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ വചനത്തിൽ കോട്ടകളെ മറികടക്കുക എന്നല്ല പറയുന്നത്. കോട്ടകളുമായി ഒരു ഒത്തുതീർപ്പുണ്ടാക്കുക എന്നതല്ല പറയുന്നത്. നിങ്ങൾ ആ കോട്ടയെ ചുറ്റിപ്പോയി ജീവിക്കുക എന്നല്ല പറയുന്നത്. പകരം കോട്ടകളെ ഇടിക്കുക എന്നതാണ്. കോട്ടകളെ ഇടിപ്പാൻ തക്കവണ്ണം ശക്തിയുള്ളവ എന്ന് തന്നെയാണ് ഈ വചനം പറയുന്നത്. അതായത് ദൈവം നിങ്ങൾക്ക് പ്രശ്നത്തിനൊപ്പം ജീവിക്കാനൊരു പരിശീലനമല്ല തരുന്നത്. നിങ്ങളെ തടഞ്ഞു നിർത്തിയ അസത്യത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അതിനെ ഇടിച്ച് താഴ്ത്തിക്കളഞ്ഞിട്ട് നിങ്ങളുടെ മുൻപിലെ ആ പർവ്വതത്തെയും ആ പ്രശ്നത്തെയും എടുത്തു കളഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു സമഭൂമി ഒരുക്കുന്ന ദൈവപ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. എരിഹോയുടെ മതിലുകൾ വർഷങ്ങളായി നിലനിന്നു. പക്ഷെ അതെത്ര പഴകിയതാണെന്നൊന്നും അല്ല ദൈവം നോക്കിയത്. ദൈവത്തിൻ്റെ സാന്നിധ്യം അതിൻ്റെ മുമ്പിൽ എത്തിയോ അവിടെ അത് വീണു. മതിലിന് ഉറപ്പുണ്ടായിരുന്നു, പക്ഷേ അതിന് ദൈവത്തിൻ്റെ വാക്കിനേക്കാൾ ശക്തി ഉണ്ടായിരുന്നില്ല. മതിലിന് ഉയരമുണ്ടായിരുന്നു, പക്ഷേ ദൈവത്തിൻ്റെ പരമാധികാരത്തേക്കാൾ അതിന് ഉയരമുണ്ടായിരുന്നില്ല. മതിൽ മനുഷ്യർക്ക് അസാധ്യമായിരുന്നു, പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ അതൊരു തടസ്സമേ ആയിരുന്നില്ല. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ എത്ര വർഷം പഴക്കമുള്ള കോട്ടകൾ പോലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ദൈവത്തിന് അതിൻ്റെ വയസ്സോ പ്രായമോ നിലനിൽപ്പോ ഒന്നും പ്രശ്നമല്ല. ദൈവം അതിനെ തൊടുന്ന നിമിഷം മുതൽ അതിൻ്റെ ഇടിവ് ആരംഭിക്കുകയാണ്. ഇന്ന് രാവിലെ നിന്റെ ജീവിതത്തിനകത്ത് മാറ്റമില്ലാതെ നിൽക്കുന്ന വിഷയങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പറയുന്നു, ഇളകിപ്പോകും, പറഞ്ഞു പോകും, വേരോടെ ഉണങ്ങിപ്പോകും. അവശേഷിക്കാത്ത വിധം ഏതിളകി മറിയുന്ന കടലും ഉണങ്ങിയ നിലമായി നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ വരണ്ടു പോകുന്ന കാഴ്ച കർത്താവിൻ്റെ പൈതലെ നീ കാണും. ഇന്ന് ഈ വചനത്തിനകത്ത് പരിശുദ്ധാത്മാവ് അടുത്തൊരു വാക്ക് പറയുന്നത്, ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കുന്നുവെന്ന്. ഇത് വളരെ ശക്തമായൊരു വാക്കാണ്. ചിന്തകളെ നമ്മൾ സ്വതന്ത്രമായി അലയാൻ വിടരുത്. നിങ്ങളുടെ മനസ്സിൽ വരുന്ന എല്ലാം സത്യമല്ല. നിങ്ങൾ അനുഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ശബ്ദവുമല്ല. നിങ്ങൾ ഭയപ്പെടുന്നതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒരു ചിന്ത വരുമ്പോൾ ചോദിക്കണം, ഈ ചിന്ത ക്രിസ്തുവിന് കീഴടങ്ങിയിട്ടുണ്ടോ? എല്ലാം അവസാനിച്ചു എന്ന ചിന്ത വരുമ്പോൾ യേശുക്രിസ്തു പറയുന്നു, ഞാനാണ് ആദിയും അന്തവും. എനിക്ക് വഴിയില്ല എന്നൊരു ചിന്ത നിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ യേശു പറയുന്ന വാക്കില്ലേ, ഞാനാണ് നിൻ്റെ വഴിയെന്ന്. എനിക്ക് ജീവിക്കാൻ കഴിയില്ല, എൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു ചിന്ത അകത്ത് വരുമ്പോൾ യേശു നിന്നോട് പറഞ്ഞിട്ടില്ലേ, ഞാനാണ് നിൻ്റെ ജീവനെന്ന്. എൻ്റെ ജീവിതത്തിൽ ഇരുട്ട് പ്രയാസമാകുന്നു, യുദ്ധം ചെയ്യുന്നു എന്ന് ചിന്ത വരുമ്പോൾ യേശു പറഞ്ഞിട്ടില്ലേ, ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചമെന്ന്. കോട്ട ഇടിയുന്നത് ശബ്ദം ഉയർത്തുന്നതുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ ഉയരുന്ന അസത്യത്തിൻ്റെ ചിന്തകളുടെ സ്ഥാനത്ത് ക്രിസ്തുവിൻ്റെ സത്യം സ്ഥാപിക്കപ്പെടുമ്പോഴാണ് അത് തകരുന്നത്. ആമേൻ. അനേകായിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിൽ ദൂത് കേൾക്കുമ്പോൾ തന്നെ വലിയ വിടുതലുകളാണ് നടക്കുന്നത്. ആരൊക്കെയോ പറഞ്ഞു പറ്റിച്ചു വച്ചിരുന്ന വിഷയങ്ങൾ അഴിയുകയാണ് കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഉള്ളിൽ ഏത് വാക്കാണ് കുറേ കാലമായി മുഴങ്ങി നിൽക്കുന്നത്? എൻ്റെ ഫാമിലി ലൈഫ് ശരിയാകില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എൻ്റെ മകൻ മാറില്ല, എൻ്റെ മകളുടെ സ്വഭാവം മാറില്ല, എൻ്റെ ജീവിത പങ്കാളി മാറില്ല, എൻ്റെ കടം ഒരിക്കലും തീരില്ല, എൻ്റെ ശരീരം ഇനി സുഖപ്പെടില്ല, എനിക്കൊരു നല്ല കാലം വരില്ല, എൻ്റെ ശുശ്രൂഷ വളരില്ല, എൻ്റെ നല്ല സമയങ്ങളെല്ലാം കഴിഞ്ഞു പോയി. സ്നേഹമുള്ളവരെ, ഇതിലേത് വാക്കാണ് ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? നിങ്ങളിപ്പോൾ ഈ കേട്ട വാക്കുകളിൽ ഇത് ഏതെങ്കിലും ഒരെണ്ണം കർത്താവ് നിങ്ങളോട് പറഞ്ഞതാണോ? ദൈവം പറഞ്ഞതല്ല എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിന് അന്തിമ വിധിയാകാൻ അതിനെ അനുവദിക്കരുത്.
മനുഷ്യർ പറഞ്ഞ വാക്കും നമ്മുടെ തന്നെ മനസ്സ് നമ്മളോട് പറഞ്ഞ വാക്കും നമ്മുടെ ജീവിതത്തിൻ്റെ അന്തിമ വാക്കല്ല. അല്ല സാഹചര്യം കാണിക്കുന്നത് അന്തിമമായ വാക്കല്ല. ഒരു മെഡിക്കൽ റിപ്പോർട്ട് നൽകുന്നത് അന്തിമ വാക്കല്ല. നിങ്ങളുടെ പഴയ അനുഭവങ്ങൾ പോലും അന്തിമ വാക്കല്ല. ഫൈനൽ വേർഡ് യേശു ക്രിസ്തുവിൻ്റേതാണ്. ഇന്ന് രാവിലെ എൻ്റെ വാക്കുകളെ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വർഷങ്ങളായി നിൽക്കുന്ന ആ ഒരു കാര്യം മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിൻ്റെ വലിപ്പം നോക്കേണ്ട. ഇപ്പോൾ നീ നേരിടുന്ന വിഷയത്തിൻ്റെ കാലഘട്ടങ്ങൾ എത്ര പഴക്കമുള്ളതാണെന്ന് നോക്കേണ്ട. ഇതിനെ കീഴടക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് നീ എത്ര തവണ പരാജയപ്പെട്ടു എന്നുള്ളത് കാര്യവും നീ എണ്ണണ്ട. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രഖ്യാപിക്കുന്നു, ഇതൊരിക്കലും മാറില്ല എന്ന് പറഞ്ഞ അസത്യത്തിൻ്റെ അധികാരം ഈ സെക്കൻഡിൽ തകർന്നു പോകട്ടെ. ഇവരെ ബാധിക്കുന്ന ഭയത്തിൻ്റെ കോട്ടകൾ ഇടിഞ്ഞു പോകട്ടെ. നിരാശയുടെ കോട്ട ഇടിയട്ടെ. കുറ്റബോധത്തിൻ്റെ കോട്ടകൾ തച്ചുടഞ്ഞു പോകട്ടെ. വർഷങ്ങളായി മനസ്സിനെ പിടിച്ചിരുന്ന തോൽവിയുടെ ചിന്ത യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കുടുംബ ബന്ധങ്ങളെ സെപ്പറേറ്റ് ചെയ്തിരുന്ന തെറ്റിദ്ധാരണകളുടെ കോട്ടകൾ ഈ നിമിഷം യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള എല്ലാ പേടികളും മാറിപ്പോകട്ടെ. സാമ്പത്തിക വിഷയങ്ങളിൽ നിന്റെ പ്രത്യാശയെ കവർന്നു കൊണ്ടുപോകുന്ന ചിന്തകൾ ഈ സെക്കൻഡിൽ ഇടിഞ്ഞു മാറട്ടെ. നിന്റെ ശരീരത്തിൽ മരണഭയം വിതയ്ക്കുന്ന ചിന്തകൾ യേശുവിൻ്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഓരോ വിചാരവും ക്രിസ്തുവിൻ്റെ അനുസരണത്തിന് വഴിപ്പെടട്ടെ. അസത്യങ്ങൾ മാറി സത്യം സ്ഥാപിക്കപ്പെടട്ടെ. ഭയത്തിൻ്റെ സ്ഥാനത്ത് സമാധാനം പുലരട്ടെ. എല്ലാ കുഴപ്പങ്ങളും മാറട്ടെ. വ്യക്തതകൾ വരട്ടെ. നിരാശകൾ മാറട്ടെ. പ്രത്യാശ നിറയട്ടെ. ബലഹീനത മാറട്ടെ. ദൈവശക്തി നിറയട്ടെ. പിതാവേ, ഇന്ന് രാവിലെ ഞാൻ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വർഷങ്ങളായി ഇവരുടെ ഉള്ളിൽ പണിതുയർത്തപ്പെട്ട എല്ലാ അസത്യത്തിൻ്റെ കോട്ടകളെയും നിന്റെ വെളിച്ചത്താൽ ഞാൻ തകർത്തു കളയുന്നു കർത്താവേ. ഇവരുടെ ഉള്ളിൽ ഇവർ സത്യമെന്ന് കരുതി സ്വീകരിച്ച നുണകൾ ഈ നിമിഷം മാറിപ്പോകട്ടെ. ഇവരുടെ സാഹചര്യങ്ങളെക്കാൾ നിന്റെ വിശ്വസ്തതയുടെ വലിപ്പം കാണുവാൻ ഇവരുടെ കണ്ണുകൾ ഇപ്പോൾ തുറക്കപ്പെടട്ടെ. മനുഷ്യന്മാരോട് പോരാടാതെ സത്യത്താൽ അസത്യത്തെ തകർക്കുവാനുള്ളതായ ശക്തി ഇവരുടെ ഉള്ളിൽ കയറി വരട്ടെ. ഇവരുടെ മനസ്സിനെ ഈ നിമിഷം പുതുക്കുക കർത്താവേ. ഇവരുടെ ചിന്തകൾ ക്രിസ്തുവിൻ്റെ ഉള്ള അനുസരണത്തിന് വഴിപ്പെടുമാറാകട്ടെ. എല്ലാ വീടുകളിലും സമാധാനം വരട്ടെ. ശരീരങ്ങളിൽ സൗഖ്യത്തിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ആരംഭിക്കട്ടെ. സാമ്പത്തിക ജീവിതത്തിൽ ജ്ഞാനവും പുതിയ വാതിലുകളും ഇപ്പോൾ തന്നെ തുറന്നു വരട്ടെ. ഇവരുടെ മക്കളുടെ മേൽ നിന്റെ കരം വെളിപ്പെടുമാറാകട്ടെ. ഇവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന വിശ്വാസം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഉണർന്നു വരട്ടെ. കർത്താവേ, അങ്ങ് ഇവരെ തൊടുകയാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്നേഹമുള്ള ദൈവമക്കളെ, ഇന്നു മുതൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. കോട്ട ഇടിഞ്ഞോ എന്നുള്ളതല്ല നോക്കേണ്ടത്. പുറമേയുള്ള സാഹചര്യം മാറിയോ ഇല്ലയോ എന്നുള്ളതല്ല ഇപ്പോൾ നോക്കേണ്ടത്. ആദ്യം നിങ്ങളുടെ ഉള്ളിൽ എന്താണ് മാറിയതെന്ന് നോക്കുക. ഇന്നലെ നിങ്ങളെ ഭയപ്പെടുത്തിയ കാര്യം ഇന്ന് നിങ്ങളെ ഭരിക്കുന്നില്ലെങ്കിൽ കോട്ട തകർന്നു തുടങ്ങി. ഇന്നലെ അസാധ്യമെന്ന് തോന്നിയത് ഇന്നൊരു വിശ്വാസമായി മാറിയിട്ടുണ്ടെങ്കിൽ, അതിനുമേലൊരു വിശ്വാസം ഉദിച്ചിട്ടുണ്ടെങ്കിൽ കോട്ടകളുടെ അടിസ്ഥാനങ്ങൾ ഇളകി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ കരഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യം ഇന്ന് സമാധാനത്തോടെ ദൈവത്തിൻ്റെ കാര്യത്തിൽ ഏൽപ്പിക്കാനാകുന്നെങ്കിൽ ഒരു ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓർക്കണം, കോട്ടകൾ ഇപ്പോഴും കണ്ണിന് മുമ്പിൽ നിൽക്കുന്ന പോലെ തോന്നിയേക്കാം. പക്ഷെ ദൈവവചനമായ അടിത്തറയിൽ ഇതിനോടകം പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാവിലെ നിങ്ങളുടെ വിശ്വാസം ഉറയ്ക്കട്ടെ. ഈ ദൂതിന് കേവലം ആമേൻ എന്ന് മാത്രം കമൻറ്റിൽ എഴുതാതെ വിശ്വാസത്തോടെ എഴുതണം, എൻ്റെ ഉള്ളിലെ കോട്ട ഇടിയുന്നു, എൻ്റെ മുൻപിലെ കോട്ട തകരുന്നു. അങ്ങനെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്താട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമം എന്നും വിജയിക്കട്ടെ. കർത്താവിൻ്റെ മക്കളെ, എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്തും എറണാകുളത്തുമായി നമ്മളുടെ ആത്മീക ശുശ്രൂഷകൾ നടക്കുന്നു. വെള്ളിയാഴ്ചകളിൽ കോട്ടയത്ത് ഫാസ്റ്റിംഗ് പ്രെയറും ഡെലിവറൻസ് മീറ്റിങ്ങുകളും,
കോട്ടയത്തെ ലോഗോസ് ജംഗ്ഷനിലുള്ള MK ടവർ എന്ന നമ്മുടെ ആത്മീയ ആരാധന നടക്കുന്ന സ്ഥാപനത്തിൽ വെച്ച് നയിക്കപ്പെടുന്നുണ്ട്. നിങ്ങളെ ഞാൻ അതിലേക്ക് ക്ഷണിക്കുന്നു. വെള്ളിയാഴ്ച രാവിലെ 10:30 മുതൽ നടക്കുന്ന ശുശ്രൂഷകളിൽ വന്ന് പങ്കുചേരുക. അതുകൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8:30 മുതൽ 11:30 വരെ കോട്ടയത്ത് MK ടവറിലും, വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെയുള്ള സമയത്ത് ചിറ്റൂർ റോഡിലുള്ള എറണാകുളം ചിറ്റൂർ റോഡിലുള്ള YMCA ഹാളിൽ നമ്മുടെ ശുശ്രൂഷകൾ നടക്കുന്നു. നിങ്ങൾ ഈ 2 കൂട്ടായ്മകളിലേക്ക് വരണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ അപ്പോൾ നമുക്ക് അടുത്ത ദൂതുമായിട്ട് കാണാം, കേൾക്കാം. മഴയും പ്രയാസങ്ങളും ഒക്കെ ഒന്ന് ശമിച്ചു വന്നിരിക്കുന്നു. നാളെ മുതൽ വീഡിയോ മെസ്സേജുകൾ നിങ്ങൾക്കായിട്ടെത്തും. ഇന്നും ഓഡിയോ മെസ്സേജ് ആയിരുന്നു. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.